ഇന്ന് ഉണക്കച്ചെമ്മീൻ മുരിങ്ങയ്ക്കയും മാങ്ങയും ചേർത്ത് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 5 സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. ഇനി 4 ചുവന്നുള്ളി, അല്പം ജീരകം കൂടി ചേർക്കാം. ഇനി നന്നായി വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് വേണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിനായിട്ട് ഞാൻ ഒരു മാങ്ങയും ഒരു മുരിങ്ങയ്ക്കയാണ് എടുക്കുന്നത്. അത് അരിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഇനി ആവശ്യത്തിന് ഉണക്കച്ചെമ്മീൻ എടുക്കുക. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാം. എരിവിനായി 3 പച്ചമുളകാണ് എടുക്കുന്നത്. അത് കീറിയതിന് ശേഷം ഇടാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കയും മാങ്ങയും നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ അരപ്പ് ചേർക്കുകയുള്ളൂ. അതുകൊണ്ട് മുരിങ്ങയ്ക്കയും മാങ്ങയും വെന്ത് ഒന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഈ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല. ഇനി അവസാനമായിട്ട് നമുക്ക് കടുക് താളിച്ചതോടെ ചേർക്കേണ്ടതാണ്. അതിനായി ഒരു പാൻ എടുക്കാം. അല്പം എണ്ണ ഒഴിച്ച് കടുകും ചേർത്തതിന് ശേഷം ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് താളിച്ചെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ഒത്തിരിയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം.